പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കൂ. എവിടെയും ആകെ ഒരു മാറ്റം കാണുന്നില്ലേ? കാലാവസ്ഥയ്ക്ക്, പ്രകൃതിക്ക്, മനുഷ്യന്, രോഗങ്ങൾക്ക് എല്ലാറ്റിനും മാറ്റം വന്ന കാലമാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നില്ലേ? രാത്രി കഴിവാറായി, പകലോ അടുത്തിരിക്കുന്നു. അതിനായി ഒരു മുന്നറിയിപ്പുമായി ഒഴിവാറയ്ക്കൽ സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഒരുങ്ങിക്കൊള്ളുവീൻ, ഒരുങ്ങിക്കൊള്ളുവീൻ, ഒരുങ്ങിക്കൊള്ളുവീൻ. അവള് പറഞ്ഞേ അധ്വാനിക്കുന്ന പൈസ എല്ലാം കൊണ്ട് ഈ ദേവദാസന്മാർക്കോ പാവപ്പെട്ടവർക്കോ കൊണ്ട് കൊടുക്കാൻ, അങ്ങനെ കൊടുക്കാനുള്ളതാണോ എന്റെ പൈസ? അല്ലല്ലോ. ഈ അടുക്കള പണിയെല്ലാം തീർക്കുമായിരുന്നു, പോയി നോക്കാം. ജെസി, ജെസി പോയി. ഞാൻ ശബ്ദം ഭയങ്കര ശബ്ദവും ഇതൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വെളിയിലിറങ്ങി ആളൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ കിടന്നത്. പിന്നെ രാവിലെ എഴുതി നോക്കിയപ്പോൾ എൻ്റെ മഞ്ജുനെയും കാണുന്നില്ല. തൊഴുത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെയും ഞാൻ മഞ്ജുനെ കാണുന്നില്ല. അവിടെ വെള്ളം അന്വേഷിക്കുക. പിന്നെ പാലിറങ്ങാൻ പാത്രവും വെള്ളം മാത്രം വെച്ചിട്ടുണ്ട്. നിന്റെ വീട്ടിലെങ്ങാണ്ട് വന്നായിരുന്നോ? പാസ്റ്ററിനെ വിളിച്ചു നോക്കാം. രാവിലെ പ്രാർത്ഥനയ്ക്ക് വല്ലതും പോയി കാണും. പാസ്റ്റർ എടുക്കുന്നില്ലല്ലോ. ദൈവമേ, ഈ കർത്താവ് വല്ലതും വന്നതാണോ? ഒരു പിടുത്തമില്ല. ആരെയും വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. മേൽ പാസ്റ്ററായ ജസ്റ്റിൻ പാസ്റ്ററിനെ വിളിച്ചോ. ഒന്നും പറയണ്ട പാസ്റ്റർ. രാവിലെ തൊട്ട് വീട്ടിൽ ജെസ്സി കാണുന്നില്ല. അവിടെ കാണാൻ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യത്തിനും എല്ലാം വന്നായിരുന്നു. ഇല്ലടാ, എവിടേക്കും വന്നില്ല. നീ അവിടെ നോക്ക്. ആ പാസ്റ്റർ ആശ്വാസമായി. ഞാൻ കരുതി കർത്താവാണ് വന്നത്. കർത്താവ് വന്നിരുന്ന ഈ പാസ്റ്റർ ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കൂ. ഹോ, നന്നായി. എന്നാൽ അതല്ല കാര്യം. ഇനിയിപ്പോൾ ആരാ, എങ്ങോട്ട് അവിടെ പോകാൻ സാധ്യത? അച്ഛൻ കുഞ്ഞിനെ വിളിച്ചു നോക്കണം, ഡ്രൈവറിനെ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. എങ്ങനെ എടുക്കാൻ? ഏതാമതും പ്രാർത്ഥനയും പാട്ട് വെച്ച് നടക്കുവോ? ചെന്ന് വീട്ടിൽ ചെന്ന് നോക്കാം. എടാ അച്ഛൻ കുഞ്ഞ്, മിനി, പിള്ളേരെ എവിടാ? ഹലോ, ഇവിടുന്നു പായം ബൈബിളും തൊടു വെച്ചിട്ട് ഇവർ എവിടെ കൊണ്ട് പോയി? ദൈവമേ, ഇനി കർത്താവ് അങ്ങനെ റിയൽ ആയിട്ട് വന്നോ? ഇവര് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ പോയോ? ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്താ മോനെ, നിനക്ക് ഇതുവരെ ഒന്നും നന്നാവാനായില്ല. നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം വരാനാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അച്ചായ, വരേണ്ടവർ വന്നു, പോയേണ്ടവർ പോയി. ഇനി എന്തിനാ നന്നായിട്ട്?
ഡോക്ടർക്ക് സംഘടനയുണ്ട്, അധ്യാപകർക്ക് സംഘടനയുണ്ട്. നമുക്ക് നമ്മുടേതായിട്ട് ഒരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കാം. ഏത് സംഘടന? നമ്മുടെ സംഘടനയുടെ പേരാണ് TPF. എടാ അത് ആ കാണുന്നത് പള്ളിയില്ലടാ. അച്ചായ, അത് ദി പെന്തക്കോസ്ത് മിഷൻ, നമ്മളെ തള്ളപ്പെട്ട പെന്തക്കോസ്ത് മിഷൻ. എന്നാലും ഞാൻ എൻ്റെ ജെസ്സി പറയുന്നത് കേട്ട് ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും സ്വർഗ കവാടം കാണാൻ. അച്ചായ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. പ്രിയരെ, കർത്താവിന്റെ വരവ് ഏത് നിമിഷമെന്ന് നമുക്കറിയില്ല. അത് ഏത് നിമിഷമായിരുന്നാലും തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലാകാതെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാമെന്ന ആഹ്വാനത്തോടെ ഞങ്ങൾ എത്തിച്ചു നിൽക്കാൻ ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ